മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ 5 സ്ഥലങ്ങൾ, ബൈബിളിൽ 5 സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള റെഫറൻസ് നമ്മൾ വായിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ്, വരങ്ങൾ എന്തൊക്കെയാണെന്ന് അതിനകത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ള കൺക്ലൂഡ് ചെയ്താണ് നമ്മൾ നിന്നത്. ദാറ്റ്സ് എ ഗിഫ്റ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അവനിഷ്ടമുള്ളവർക്ക് അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു. അത് 4 പ്രധാനപ്പെട്ട കാരണങ്ങൾക്ക് വേണ്ടിയാണ് അത് തരുന്നത്. 1 ഫോർ കോമൺ ഗുഡ്, പൊതുപ്രയോജനത്തിനായിട്ടുള്ളത്. 2ാമത് ദൈവത്തിൻ്റെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയാണ് അത് തരുന്നതെന്ന് മനസ്സിലാക്കി. 3 എഡിഫിക്കേഷൻ, നമ്മളെ ഉറപ്പിക്കാനായിട്ട് ആണ് തരുന്നത്. 4 കൺഫർമേഷൻ ഓഫ് ദ പ്രീച്ചിങ് വേർഡ്, അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൺഫർമേഷനാണ്. അതിനകത്ത് 1 കൊരിന്ത്യർ 14:24-25 നമ്മൾ വായിച്ചു. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1:8 നിങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോഴോ ശക്തി പ്രാപിച്ച് ലോകത്തിൻ്റെ അറ്റത്തൊക്കെ പോയി സുവിശേഷം പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് 1:8 പറയുന്നുണ്ട്. അതുപോലെ എബ്രായർ 2:3-4 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് വിറ്റ്നസ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ഈ പ്രീച്ച്ഡ് ഗോസ്പലിനെ, ഞാൻ ആ വാക്യം വായിക്കാം. എബ്രായർ 2:3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ്: കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. അതുകൊണ്ട് അവിടെ പരിശുദ്ധാത്മാവ് ആ പ്രീച്ച് വേർഡിനെ ഉറപ്പിക്കുന്നതായിട്ട് കൺഫർമേഷനാണ് അവിടെ കാണുന്നത്. എന്നിട്ട് ഈ പ്രധാനമായിട്ട് ഈ 4 പർപ്പസിലാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് തരുന്നത്. ഇതിനെ ഔട്ട്ലൈനായിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് സ്പെസിഫിക്കായിട്ട് പറയുന്നത് 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. അതുപോലെ 12-ാം അധ്യായത്തിലെ ഗിഫ്റ്റ്സ് ആൻഡ് ദ യൂണിറ്റി ഓഫ് ബോഡി, കർത്താവിൻ്റെ ശരീരം ആകുന്ന സഭയിലുള്ള യൂണിറ്റിയെക്കുറിച്ചും അതിനകത്ത് ഗിഫ്റ്റിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ള റോളിനെക്കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ട്. 13-ാം വാക്യം വരുമ്പോഴത്തേക്ക് ഗിഫ്റ്റ് ആൻഡ് ലവ്, സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്, ഗിഫ്റ്റ് ആൻഡ് ലവ്. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദ ഗിഫ്റ്റ് ആൻഡ് എഡിഫിക്കേഷൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മളെ എങ്ങനെ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ജനറലായിട്ടുള്ള കോമൺ ആയിട്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മളിനിയും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. ദ വേർഡ് ഓഫ് വിസ്ഡം ആൻഡ് വേർഡ് ഓഫ് നോളജ്, ഇത് രണ്ടും വേർഡാണ്, സ്പീക്കിംഗ് ഗിഫ്റ്റാണ്. ഞാൻ ഒരുപാട് വിശകലനം ചെയ്തതിനകത്ത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയൊരു അറിവല്ല ഇത് പറയുന്നത്. ഇതൊരു പുതിയ അറിവല്ല ഇത് വേർഡ് ഓഫ് വിസ്ഡം ആൻഡ് വേർഡ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ദ വേർഡ് ഓഫ് വിസ്ഡം എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: എബിലിറ്റി ടു ജഡ്ജ് ആൻഡ് ഫോളോ ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ മുമ്പോട്ടുള്ള പ്രയാണത്തിലെ, ക്രിസ്തീയ ജീവിതത്തിലുള്ള മുമ്പോട്ടുള്ള പ്രയാണത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അത് ജഡ്ജ് ചെയ്യുവാനും അത് ഫോളോ ചെയ്യാനായിട്ടുള്ള ബുദ്ധിയെക്കുറിച്ചാണ് ദ വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നത്. അതൊരു സ്പീക്കിംഗ് ഗിഫ്റ്റാണ്. അത് നമുക്കത് ആവശ്യമാണ്. നമുക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനവും ആത്മാവിൻ്റെ പരിജ്ഞാനവും നമുക്ക് ആവശ്യമാണ്. ഈ വേർഡ് ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ ഫാക്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ട്രൂത്ത് ആൻഡ് ഇൻഫർമേഷൻ. നമുക്കറിയാം പല കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഇത് പറയുന്നത് സാഹചര്യങ്ങൾ വെച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് പലപ്പോഴും തെറ്റായിരിക്കാം, പല കാര്യങ്ങൾ തെറ്റായിരിക്കാം. ചില ആളുകൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചില ആളുകൾക്കൊരു ഇപ്പം ഗൂഗിളൊക്കെ ഉണ്ടല്ലോ, ഗൂഗിൾ സെർച്ച് ചെയ്ത് വഴിയൊക്കെ കണ്ടുപിടിക്കാം. ചില ആളുകൾ ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഒരു വഴി കൂടെ പോവുള്ളൂ, അത് തന്നെയാണ് വഴിയെന്ന് അങ്ങ് മനസ്സിലാക്കി അങ്ങ് ചിന്തിച്ച് വെച്ചിരിക്കുക. എന്നാൽ അതിനേക്കാൾ ഷോർട്ടായിട്ട് നല്ലൊരു റോഡ് ഇപ്പോഴുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിലേക്കൂടെ പോകുമ്പോൾ ചിലപ്പം കുറച്ചും കൂടി ഷോർട്ടായിട്ട് എത്താം, പെട്ടെന്നെത്താം, നല്ല വഴി കൂടെ എത്താം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ പഠിച്ചു വെച്ചത് തെറ്റാണെങ്കിൽ അത് തന്നെ ശരിയാണെന്ന് വെച്ചാൽ അത് തന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
പണ്ട് ഞാനൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്, അതാണ് ശരി. കാരണം ശരിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി എന്നുള്ളത്. എന്നാൽ ഫാക്റ്റുകൾ മനസ്സിലാക്കി, സത്യങ്ങൾ മനസ്സിലാക്കി ചേഞ്ച് വരുമ്പോഴേ ആ വിസ്ഡവും ആ നോളജും ഒക്കെ ദൈവരാജ്യത്തിൻ്റെ വർധനവിനും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിലുള്ള ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടറിനും അത് കാരണമായി തീരും. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരാനായിട്ട് കാരണമായി തീരും. അതൊരു പുതിയ അറിവല്ലത്. ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ഇമ്പാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് നമ്മൾ റിയലൈസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് വിസ്ഡം ആൻഡ് വേർഡ് ഓഫ് സ്പിരിറ്റ്, വേർഡ് ഓഫ് നോളജ്. അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് അങ്ങനെ ഉണ്ടോ ഇല്ലെങ്കിൽ, കർത്താവെ ഞാൻ ഒരു അല്പബുദ്ധിയെ പോലെയാണ്, കർത്താവെ എനിക്ക് ട്യൂബ് ലൈറ്റ് പോലെയാണ്, എനിക്കൊരു വിവേചന ശക്തിയില്ല, എനിക്കൊരു തിരിച്ചറിവില്ല എന്നൊക്കെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളായിട്ടിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ എനിക്ക് അങ്ങനെ ഒരു വിവേചനം തരണമേ, കാര്യങ്ങളെ ബുദ്ധി എനിക്ക് തരണമേ, കാര്യങ്ങളെ വിവേചിപ്പാനുള്ള കഴിവ് തരണമേ, എബിലിറ്റി ടു ജഡ്ജ്, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കാര്യം തരണമേ, ദൈവത്തിൻ്റെ വചനത്തെ കൂടുതലായിട്ട് എനിക്ക് റിവീൽ ചെയ്ത് തരണമേ, അതിനകത്തുള്ള സത്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ദ വേർഡ് ഓഫ് വിസ്ഡം ആൻഡ് വേർഡ് ഓഫ് നോളജ്. അതുകൊണ്ട് അത് നമ്മൾ ആഗ്രഹിക്കണം. നമ്മളിതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ വരങ്ങളെ നമ്മൾ വാഞ്ചിക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വാഞ്ചിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ ആളുകളിൽ അതിനൊക്കെ വാഞ്ചിക്കാനായിട്ടുള്ളൊരു ചിന്ത നമുക്കുണ്ടാകും. ദ വേർഡ് ഓഫ് വിസ്ഡം ആൻഡ് വേർഡ് ഓഫ് നോളജ്. ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്, ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റുകളാണ്. അന്നേരം ഇത് നമുക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, സഭയിലെ ഫൗണ്ടേഷണൽ ഗിഫ്റ്റായിട്ടുള്ള പാസ്റ്ററിങ്, ടീച്ചിങ് എന്നൊക്കെ പറയുന്ന ഗിഫ്റ്റുകളുണ്ട്. ഈ ഗിഫ്റ്റിനൊക്കെ ഈ പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്യുമ്പോൾ, ടീച്ചിങ് മിനിസ്ട്രി ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് അത് എന്താണ്, കെയറിങ് പീപ്പിൾ, ഷെപ്പേഡിങ് മിനിസ്ട്രി, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ വേർഡ് ഓഫ് വിസ്ഡവും വേർഡ് ഓഫ് നോളജും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ ചോദിക്കണം. ഈ ഫാക്ട്സ് നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനപ്രകാരം നമ്മൾ തട്ടിക്കിഴിക്കണം. അതിൽ നിന്ന് ദൈവത്തിൻ്റെ പരിജ്ഞാനം ദൈവം നമുക്ക് തരും. അത് നമ്മുടെ ഹൃദയങ്ങളിലെ ആഴത്തിലേക്ക് ചെല്ലുമ്പോഴേ വലിയ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വലിയ മർമ്മങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധ്യമാകും. സോ അതുകൊണ്ട് വേർഡ് ഓഫ് വിസ്ഡം ആൻഡ് വേർഡ് ഓഫ് നോളജ് പ്രധാനപ്പെട്ട 2 ഗിഫ്റ്റാണ്. അത് നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത്. ടു അനദർ ഫെയ്ത്ത് ബൈ ദ സെയിം സ്പിരിറ്റ്, വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഫെയ്ത്ത് സീരീസാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞ് തുടങ്ങിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഈ വിശ്വാസത്തിൽ വളരുന്നതിനെക്കുറിച്ചുള്ള പഠിത്തത്തിലാണ് നമ്മൾ പരിശുദ്ധാത്മാവിലേക്ക് കയറിയത്. പരിശുദ്ധാത്മാവിനകത്ത് ദ ലൈഫ് കൺട്രോൾഡ് ബൈ സ്പിരിറ്റ്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ച് പഠിച്ചു വന്നപ്പോഴാണ് ആത്മാവിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത്. ഈ ആത്മാവിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ എൻഡിലോട്ട്, അതിൻ്റെ അടുത്തോട്ട് വരികയാണ്. അതിനകത്താണ് നമ്മൾ ഇപ്പോഴ് വന്നിരിക്കുന്ന ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. വിശ്വാസം, ഫെയ്ത്ത്, അതിന് പറയുന്ന എക്സ്ട്രാ ഓർഡിനറി സാധാരണ നമ്മൾ ഈ ദൈവത്തെ വിശ്വസിക്കുന്ന ഉള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. എന്താണ്? യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ അവനെ ഏറ്റെടുത്ത് അങ്ങനെ നമുക്കൊരു വിശ്വാസം നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചു. ഓക്കെ. എന്നാൽ അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അളവ് കുറച്ചും കൂടെ കൂടുന്നൊരു കാര്യം, എക്സ്ട്രാ ഓർഡിനറി കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പ്രോമിസസ്, പവർ ആൻഡ് പ്രസൻസ്. ഒന്നുകൂടെ പറയാം. എക്സ്ട്രാ ഓർഡിനറി കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ കോൺഫിഡൻസ് അല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി കോൺഫിഡൻസ് ഇൻ ഗോഡ്സ്, ദൈവത്തിൻ്റെ പ്രോമിസസ്, അവൻ്റെ വാഗ്ദത്തങ്ങൾ, ഹിസ് പവർ, അവൻ്റെ ശക്തി, അവൻ്റെ പ്രസൻസ്, അവൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രസൻസ്, അതിൽ നമുക്കുള്ള കോൺഫിഡൻസ് സാധാരണയുള്ള കോൺഫിഡൻസ് അല്ല, അതൊക്കെ ദൈവം ചെയ്തോളും എന്ന് പറയുന്നതല്ല. അത് 100% ദൈവം നടത്തി തരാനായിട്ടുള്ള കോൺഫിഡൻസ്. അതാണ് വിശ്വാസം എന്ന് പറയുന്ന വരം, ആത്മാവിൻ്റെ വരം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോഹ, നമുക്കറിയാം, നോഹയെക്കുറിച്ചറിയാം. നോഹയുടെ സമയത്ത് മഴയില്ലായിരുന്നു, ഒരു മഴയില്ലായിരുന്നു.
അന്ന് ഭൂമിയിൽ ചെടികൾക്ക് നീരാവി പോലെ വന്നത് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എഴുതിയിട്ടുണ്ട്. അന്ന് മഴയില്ല. അതിന് ആളുകൾ അതിക്രമം പെരുകി ഇനി അവരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നു. അതിന് നോഹ പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം, നീ പോയി പ്രസംഗിക്കണം, മഴ വരുന്നുണ്ട് എന്ന്. എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളോ ഞാനോ ആണെങ്കിൽ ദൈവമല്ല ആരും എന്ന് പറഞ്ഞാലോ, കാരണം ഞാൻ മഴ കണ്ടിട്ടില്ല, മഴ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങളെല്ലാം ദൈവം നശിപ്പിക്കുമെന്ന് പറയുന്നു, ഒരു വലിയ പെട്ടകം ഉണ്ടാക്കണം, എല്ലാ മൃഗങ്ങളെയും അത് കയറ്റണം, ദൈവമേ ഇതെന്തോ പരീക്ഷയാണ് എന്ന് നമ്മൾ ചോദിക്കും. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വിവേചനം, വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ റെവലേഷൻ, അവിടെ ആത്മീയമായിട്ടുള്ള ഫെയ്ത്ത് അവിടെ വന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞത് കാര്യം നോഹ ചെയ്തു. നോഹ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടന്നു, വലിയൊരു ബോട്ടുണ്ടാക്കി. എന്താ ദൈവം പറഞ്ഞ പോലെ സംഭവിച്ചു അല്ലേ? വീണ്ടും ഒരു എക്സാമ്പിളൂടെ പഴയ നിയമത്തിൽ നിന്ന് തന്നെ പറയാം. ഇസാക്ക് അബ്രഹാമിനുണ്ടായതിൻ്റെ കാര്യം നമുക്കറിയാം. ഫെയ്ത്ത് ഓഫ് എബ്രഹാം, വിശ്വാസം. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ കൊടുത്ത വിശ്വാസം, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ കൊടുത്ത വിശ്വാസം. അങ്ങനെ എഴുതിയിട്ടില്ല ആത്മാവ് കൊടുത്തത്, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത വിശ്വാസം. 100-ാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞ പ്രോമിസ് അവൻ്റെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യുന്നു. കാരണം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഈ 90-ാമത്തെ വയസ്സിലൊക്കെ എന്നെ എങ്ങനെ ജാതിയാക്കാനാ? ഞാൻ അന്നേരം സയൻസും എൻ്റെ ഇന്നബിലിറ്റിയെക്കുറിച്ചും ചിന്തിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ 2 സെഷന് മുമ്പ് പറഞ്ഞതാണ്, ആത്മാവിനെ നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. ഹി ക്യാൻ വർക്ക് ബിയോണ്ട് അവർ തിങ്കിങ്. നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ട് ആത്മാവിനെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. അവിടെ നമ്മൾ ആത്മാവിനെ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. ഇവിടെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ അൺഷേക്കബിൾ ഫെയ്ത്ത്. അതാണ് അബ്രഹാമിനുണ്ടായത്, അതാണ് നോഹയ്ക്കുണ്ടായത്. കാണാത്ത കാര്യങ്ങളെ വിശ്വാസത്തിന് അതീതമായി ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ദൈവം എത്ര പ്രോമിസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ പ്രോമിസിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചങ്ങ് വിടുകയാണ് പ്രോമിസ്. ഈ പ്രോമിസിൽ നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണും. അവിടാണ് ദൈവം ഈ പ്രോമിസിൽ ദൈവത്തിൻ്റെ പവർ വെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ശക്തി നമുക്ക് വെളിപ്പെടും. അപ്പോഴും ദൈവത്തിൻ്റെ സാമീപ്യം നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് എ അൺഷേക്കബിൾ ഫെയ്ത്ത്. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രോമിസസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ ഒരുപാട് പ്രോമിസസ് ദൈവം തന്നിട്ടുണ്ട്. ഈ പ്രോമിസസ് 50% അല്ല, 75% അല്ല, 100% നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ കുത്തി നിറച്ച പാക്കേജുകൾ അതിൻ്റെ പുറകിലുണ്ട്. അതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. എന്നാൽ ഈ ഫെയ്ത്ത് തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരമാണ്. ദിസ് ഈസ് നോട്ട് എ ഹെഡ് നോളജ് ഓർ ഒരു ഹാർട്ട് നോളജ് മാത്രമല്ല, 100% നമ്മൾ ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുന്ന ആ ഫെയ്ത്ത്, അതാണ് നമുക്ക് ആവശ്യം. അതാണ് പറഞ്ഞ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകുന്ന യേശു പറഞ്ഞ അതുകൊണ്ടല്ല. ആണ് വിശ്വാസം. കടുകുമണിയോളം ഒരു ഹോളോനെസ്സും ഇല്ലാതെ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം. സോ ആ ഒരു ഫെയ്ത്ത് നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവാണ്. ഇന്ന് അങ്ങനെ ഒരു ഫെയ്ത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ 75% ഇല്ല, അതും വേണം ഇതും വേണമെന്നല്ല, ഐ ട്രസ്റ്റ് ഇൻ ലോർഡ് 100%. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ഗ്രേറ്റ് മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മിറക്കിൾസ് വന്നു ചേരും. ദാറ്റ് ഈസ് വാട്ട് ഗോഡ്സ് പ്രോമിസ്. അതാണ് ദൈവത്തിൻ്റെ പ്രോമിസ്. എൻ്റെ സമയം തീർന്നു. നമുക്ക് ഇനിയും സംസാരിക്കാനായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 3 ഗിഫ്റ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ദ വേർഡ് ഓഫ് വിസ്ഡം, ദ വേർഡ് ഓഫ് നോളജ് ആൻഡ് ഫെയ്ത്ത്. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും ഉണ്ടല്ലോ ഇത്. ദൈവം നിങ്ങൾക്ക് ജീവിതങ്ങളിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പ്രവഹിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഗോഡ് പ്രോമിസസ് പവർ ആൻഡ് പ്രസൻസ്. ഇത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ അന്ധകാരത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ കെട്ടപ്പെട്ടിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് യു ഫോർവേഡ് ഇറ്റ്.
യു സീ എ ഗ്രേറ്റ് മിറക്കിൾ. അവരുടെ ജീവിതത്തിലൊക്കെ ദൈവം വലിയ വിടുതൽ കൊടുക്കുന്നത് കാണാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ കുത്തി നിറച്ച കാര്യം. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ദിവസവും നിങ്ങളിത് കേൾക്കണം. 9 തൊട്ട് 10 വരെ നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആ ചാറ്റ് ബോക്സിലെ കമൻ്റ് ഇടണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ദ വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, ഫെയ്ത്ത്. ദൈവമേ ഇതെൻ്റെ ജീവിതത്തിൽ തരണമേ എന്നൊരു റിക്വസ്റ്റ് താഴെ ഇട്. അത് ദൈവം അത് കാണുന്നുണ്ട്, ഞാനല്ല കാണുന്നത്, ദൈവം അത് കാണുന്നുണ്ട്. അത് ജസ്റ്റ് യു ടൈപ്പ് ഇറ്റ്. ദ വേർഡ് ഓഫ് വിസ്ഡം, ദ വേർഡ് ഓഫ് നോളജ് ആൻഡ് ഫെയ്ത്ത്. ഇത്രയും വരെ എന്ന് പറഞ്ഞുള്ളൂ. ഈ കാര്യം കർത്താവിൻ്റെ വരം, പരിശുദ്ധാത്മാവിൻ്റെ വരം ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലോട്ട് അങ്ങോട്ട് വരുമ്പോഴേ യു ക്യാൻ സീ ദാറ്റ് യു ആർ ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്. കർത്താവിൽ നിങ്ങൾ വളരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആരെങ്കിലുമൊക്കെ രോഗങ്ങളിലിരിക്കുന്ന, പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ചില വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. കോവിഡിന് ശേഷം ചില വ്യക്തിത്വങ്ങൾ ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നു. കോവിഡ് വന്നതിന് ശേഷം പാരാലിസിസ് വന്നവരുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലത്തിൽ ഇടയ്ക്ക് ഇപ്പോഴും അവർക്ക് നേരത്തെ ചെയ്ത പോലെ ആയാസമുള്ള ജോലി ചെയ്യാൻ വയ്യാത്തവരുണ്ട്. അതിങ്ങനെയൊക്കെയുള്ള ചില എക്സ്റ്റേണലായിട്ടുള്ള ചില പ്രയാസങ്ങൾ വന്നിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു ഡെലിവറൻസ് വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നോട്ട് 75%. എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലാക്കി തീർക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരിച്ചറിവ്, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, നോളജ് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജഡ്ജ്മെൻറ്റിനും അതുപോലെ കർത്താവെ കോഴ്സ് ഓഫ് ആക്ഷനിലും ഒക്കെ എടുക്കാനുള്ള തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ അഡ്വൈസ് പ്രകാരം എടുക്കാനായിട്ടുള്ള ആ വലിയ വിസ്ഡവും നോളജും അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായ വിശ്വാസം കർത്താവെ, നിൻ്റെ പ്രോമിസും നിൻ്റെ പവറും നിൻ്റെ പ്രസൻസും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആഴമായ വിശ്വാസം ജീവിതത്തിലെല്ലാ മേഖലകളിലും അത് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇടവരുത്തണമേ. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോവിഡിന് ശേഷം വന്നിരിക്കുന്ന ചില പ്രയാസങ്ങൾ കൂടി, ശ്വാസകോശത്തിൻ്റെ കർത്താവെ കപ്പാസിറ്റിയിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കർത്താവെ ചില സൈഡുകൾ പാരാലിസിസ് ആയിപ്പോയവർ, ഹാർട്ടിൻ്റെ പ്രയാസങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഈ വ്യക്തിത്വങ്ങളെ വിശ്വാസത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ ശക്തി ഇന്ന് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു റിലീസ് ഇന്ന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വലിയ രൂപാന്തരമായിക്ക് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, നീ വിടുവിച്ചോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നാളെ ഇതുണ്ടാവും, ഇത് അറ്റൻഡ് ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.